ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല സജിയെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ കാട്ടുകുതിര മൊറോക്കൻ ചെകുത്താൻ നവാസ് ദോയി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് എന്നേക്കുമായിട്ട് പോവുകയാണ്. മാർക്കസ് മെർഗ്ലോ നൽകുന്ന അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് അഡ്രിയാൻ ലൂണയ്ക്ക് പിന്നാലെ ഇന്തോനേഷ്യൻ ലീഗിലേക്ക് പോകാൻ സാധ്യതയുള്ള താരം നവാസ് ദോയി തന്നെയാണ്. അദ്ദേഹം ഇന്തോനേഷ്യൻ ലീഗ് ക്ലബ്ബുകളുമായിട്ട് ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അഡ്രിയൻ ലൂണ ലോൺ അടിസ്ഥാനത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ലൂണ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരും. പക്ഷേ നോയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തിരിച്ചു വരവിന് യാതൊരു സാധ്യതയില്ല. കാരണം നിലവിൽ അഡ്രിയാൻ ലൂണയുടെ കരാറ് 2026 മെയ് 31 വരെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സോട് അവശേഷിക്കുന്നത്. അതായത് നിലവിൽ ജനുവരിയായി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് കേവലം 4 മാസം മാത്രമേ അഡ്രിയാൻ ലൂണയും നവാസ് ദോയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലൊരു കരാറും നിലനിൽക്കുന്നുള്ളൂ. ഇന്ത്യൻ ഫുട്ബോളിന്റെ അനിശ്ചിതാവസ്ഥയുടെ സാഹചര്യത്തിൽ കേവലം 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കരാറിന്റെ ബേസിൽ ഒരു ലോൺ കോൺട്രാക്റ്റിനോ തിരിച്ചുവരവുകൾക്കോ ഒന്നും സാധ്യതയില്ല. അദ്ദേഹം കരാർ അവസാനിപ്പിച്ച് മറ്റൊരു ക്ലബ്ബിലേക്ക് ചേക്കേറുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നായിട്ട് പോകുന്നുണ്ട്. ലൂണ തിരിച്ചു വരുമെന്നെങ്കിലും പറയാം. മെൻഡസ് ഇനി എന്നേക്കുമായിട്ട് വരാത്ത വിധം പോയി. അക്കൂട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കൊണ്ടുവന്ന നവാസ് ദോയിക്ക് ഇവിടെ കാര്യമായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിയാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പടിയിറങ്ങി പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ദാറ്റ് മീൻസ് ലൂണ അല്ല, നോഹ ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകം വിടുകയാണ്. കൊമ്പന്മാർ മൊറോക്കോയിൽ നിന്ന് എത്തിയ ചെകുത്താൻ കൊമ്പന്മാർക്ക് വേണ്ടി കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ നിരാശയോടുകൂടി എന്നേക്കുമായി കൊമ്പന്റെ തട്ടകം വിട്ടൊഴിയുന്നു.